ഹായ്, വെൽക്കം ടു ലവ്ലി ടീൻസ്. ലവ്ലി ടീൻസിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇവിടെ പാടത്തെത്തിക്കാണ് കേട്ടാ. വെയിലുണ്ട് അല്ലേ? ഹായ്, പശുവിനൊക്കെ തെറ്റിട്ടുണ്ടാവില്ല. ഏത് ഇതാരാ ഇവിടെ കാണുന്നത്? പശു. പിന്നെന്തിനാ കാണണേ? കൊക്ക്. ട്രാക്ടർ ഉണ്ട് അവിടെ. പാടാണത്. ഞങ്ങളിപ്പോ ഉള്ളത് പുത്തഞ്ചിറ തന്നെ. ഞങ്ങളുടെ വീടിന്റെ കുറച്ച് ദൂരമുണ്ട്. അവിടെയുള്ളൊരു പാടത്താണ്. അവിടെയാണ് ഞങ്ങളുടെ തയ്ക്കുന്ന ചേച്ചിയുടെ വീട്. അവിടെയാണ്. അപ്പോൾ ഒരു ഡ്രസ്സ് തയ്ക്കാനുണ്ടായിരുന്നു, അത് കൊടുക്കാൻ പോണ വഴിയായിരുന്നു. അപ്പോൾ 4:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കൾ ഉറങ്ങിയിട്ട് പോകാന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ അവർ ഉറങ്ങാണ്ടായപ്പോൾ ഞങ്ങൾ അവരും കൂട്ടി. ഒന്ന് വീട്ടിൽ ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ അവനെ കുഴപ്പമില്ലല്ലോ, രണ്ടാളും കൂടി ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോവാണ്. എന്നിട്ടത് മനസ്സിലായ? എന്നിട്ടാ അത് കണ്ടാണ് അവിടെ കൃഷി ചെയ്യാൻ. നെൽകൃഷി വലുതാമോ കാണാട്ടോ. നമുക്ക് വലുതാമോ ഒന്ന് കാണാട്ടാ. ചെളിയുണ്ട്. വണ്ടി വരുന്നുണ്ട്. ഒതുങ്ങിക്ക്. ആരാ കണ്ട? കാട്ടുപോത്താ? കാട്ടുപോത്തുണ്ട്. എവിടെ കാട്ടുപോത്ത്? അത് കാട്ടുപോത്തുണ്ടല്ലോ അവിടെ. അവിടെ പോത്തുണ്ട്. കാട്ടുപോത്തല്ല, പശുണ്ട്. പിന്നെ ഇവിടെ വെള്ളാണ്. പോണ വഴിക്കൊരു പരിചയക്കാരനെ കണ്ടു. ഞങ്ങൾ ചേട്ടൻ സംസാരിച്ച് നിൽക്കാറുണ്ടാവും. നമ്മളങ്ങനെ ഈ പാടത്തേക്കൊന്നും അങ്ങനെ വന്നിട്ടില്ല. വണ്ടിയിൽ പോകുമ്പോൾ ഇവർ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഇങ്ങനെ നടക്കാനൊന്നും ഇവരെ കൊണ്ട് വന്നിട്ടില്ല കേട്ടോ. കാരണം കുറച്ച് ദൂരമുണ്ട്. പിന്നെ വണ്ടികളൊക്കെ വരുമ്പോൾ എന്തായാലും കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവരഞ്ചിറങ്ങി ഓടി നടക്കുന്ന പ്രായമായില്ല. അപ്പം അങ്ങനെ കൊണ്ട് വന്നിട്ടില്ല ഇവർക്ക്. ഇപ്പം റോഡ് പണി ആയതുകൊണ്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. കൊക്ക്. കൊക്കിനെ കണ്ടിട്ടുണ്ട്. കാശ്മീർക്ക് പാടത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമാണ്. അപ്പോൾ ആൾക്കെല്ലാം ഭയങ്കര ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കണം. കല്ലുമൂലെല്ലാം കണ്ട് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് അച്ഛൻ്റെ കൈയും പിടിച്ചിങ്ങനെ നടക്കണം. ചോദ്യങ്ങളൊന്നുമില്ല ആൾക്ക്. അവിടെ നമ്മുടെ റോഡ് പണി നടക്കുന്നുണ്ട്. റോഡ് പണിക്ക് അവർ കട്ടയാണ് വിരിക്കുന്നത്. അത് വെള്ളം കയറുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ കട്ടയാണ് വിരിക്കുന്നത്. കടന്നിട്ട് നമുക്ക് അപ്പുറത്തേക്ക് കിടക്കണം. പാടം കഴിഞ്ഞു. ആ വണ്ടിയിൽ പോകുന്നതല്ല, ടിപ്പർ. വണ്ടി കൈവിടാൻ പാടില്ല. ഇവിടെ കൈവിട്ട് നടക്കാൻ പാടില്ല. ദേ പാടാണ്. പാടത്തേക്ക് അങ്ങനെ വീണ് കഴിഞ്ഞാലേ വെള്ളാണ്. വാ, ഞങ്ങൾ തിരിച്ചു പോണ. ഇങ്ങോട്ട് വാ. വെള്ളം അത്ര കണ്ടാ മതി. വെള്ളാണ്. വെള്ളത്തേക്ക് വീണാലേ കൊക്ക് കണ്ട. ഇത് വലിയൊരു കയറ്റാണ്. ഈ കയറ്റം കൊണ്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ ചേച്ചിയുടെ വീടായി. അപ്പം പാടൊക്കെ ആദ്യമായിട്ട് കാണുന്ന കാരണം മക്കൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാശിക്ക് തിരിച്ച് പാടത്തേക്ക് തന്നെ പോകാനുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ. നമ്മളത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ചുകൊണ്ട് പോരും. തിരിച്ചു പോരുമ്പോൾ എൻ്റെ കയ്യിൽ കല്ലുണ്ട് കേട്ടോ. എപ്പിടിക്ക് പാടം. ചിരിക്കണോ? അത് ചിരിക്കണോ? എന്താ വലിയ പാടം കണ്ടാ?
ഞങ്ങളിത് തിരിച്ച് പോരുന്നതാണ് കേട്ടോ. തിരിച്ച് പോരുമ്പോൾ കല്ലുണ്ട് കയ്യിൽ. കല്ലിന് വർത്താനൊന്നുമില്ല. കല്ല് ഭയങ്കര സൈലൻ്റായിട്ട് ഇരിക്കുന്നത്. ഉറക്കം വരുന്നുണ്ടായി. അതാണ് സൈലൻ്റ് ആള്. കാരണം ഉറങ്ങേണ്ട സമയം അതിക്രമിച്ചു. കാരണം ഉറങ്ങാണ്ട് വീട്ടിലിങ്ങനെ ഇരിക്കലായിരുന്നു. അപ്പോഴല്ലേ കൊണ്ടുപോകുന്നത്. ഇപ്പം നല്ല ഉറക്കം വരുന്നുണ്ട്. വീട്ടിൽ വന്നിട്ട് വേണം ഉറങ്ങണം എന്ന് വെച്ചിട്ടാണ് ആളിരിക്കുന്നത്. പാടത്ത് പോത്തുണ്ടായിരുന്നു കേട്ടോ. പോത്ത് എന്താണ് നമ്മുടെ കാശിമോളുടെ കാട്ടുപോത്ത്. പോത്തിനെ കണ്ടിട്ടാണ് ആള് വന്ന് പറയണ്ടായിരുന്നത് കാട്ടുപോത്ത് കണ്ടോന്ന്. അപ്പോൾ അതേ തിരിച്ച് പോരണം. അപ്പോൾ പോത്തിനെ കണ്ടിട്ട് കാശിക്കും കല്ലിനും തിരിച്ച് കയറണമെന്നില്ല ആ പാടത്തുനിന്ന്. വെച്ചിട്ടുണ്ടെങ്കിൽ പാടം കഴിയാറാകുമ്പോൾ സങ്കടമാണ്. അത് ഭയങ്കര സ്ലോ ആയി. നടത്തൊക്കെ ഭയങ്കര സ്ലോ ആയി. ഞങ്ങൾ എങ്ങനെയൊക്കെ പിടിച്ച് വലിച്ച് കയറ്റാണ്. അവർ വരുന്നില്ല. അവിടെ നിന്ന് പോത്ത് വരുന്നുണ്ട്. ആ പോത്തിനെ നോക്കിയിട്ടാണ് കാശി നിൽക്കുന്നത്. പോത്തിൻ്റെ ഒപ്പം പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്കവിടെ എത്തുമ്പോഴത്തേക്കും പോത്ത് എത്തും, നീ നായ നടക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു വീട്ടിലെ പോത്തുകളാണത്. ചേട്ടനാണ് അവിടെ നിന്ന് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനെ കണ്ട് നോക്കി നടക്കുന്നതാണ് കേട്ടോ അവർ. അങ്ങനെ ഇവരങ്ങനെ പുറത്തേക്ക് അങ്ങനെ അധികം ഒന്നും ഇറങ്ങിയിട്ടില്ലല്ലോ. ഒന്നാമത് ഒരു കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ നമ്മൾ രണ്ടാളല്ലേ ഉള്ളൂ ഇവരെ കൊണ്ടുപോകാൻ. അപ്പോൾ ഇവരെ കൈമാറി എടുക്കാനൊന്നും ആളില്ലാത്ത കാരണം നമ്മൾ അങ്ങനെ അധികം പുറത്തേക്കൊന്നും അങ്ങനെ കൊണ്ടുപോയിട്ടില്ല ഇവരെ. അപ്പോൾ ഇപ്പോഴാണ് ഇപ്പോൾ ഇവർ നടന്നു തുടങ്ങിയത് കണ്ട സമയത്താണ് നമ്മളിപ്പോൾ ഇവരെ കൊണ്ടൊക്കെ ഇങ്ങനെ പോകുന്നത് കേട്ടോ. അതാണ് ഇവർക്ക് ഇത്രയ്ക്കും ആകാംക്ഷയും എല്ലാത്തിനോടും ഒരു കുട്ടികളായ ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇവർക്ക് പ്രത്യേകിച്ചുള്ളൊരു കൗതുകമൊക്കെ ഇതാണ്. ഇവരിങ്ങനെ പുറത്തേക്ക് അങ്ങനെ ഒന്നും അധികം ഇറങ്ങിയിട്ടില്ല. ഞാനായാലും പ്രഗ്നൻസിക്ക് ശേഷം അങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ല. അങ്ങനെ പാടത്തോടുള്ള നമ്മുടെ യാത്ര അവിടെ അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇനി വീട്ടിൽ ചെല്ലണം. വീട്ടിൽ ചെന്ന് അപ്പം തന്നെ രണ്ടാളും എന്തായാലും ഉറങ്ങും. കാരണം അത്ര ക്ഷീണമുണ്ട് രണ്ടാൾക്കും. പിന്നെ അങ്ങനെ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.